ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അതായത് ETF-നെ കുറിച്ചാണ്. നമ്മുടെ ഗോൾഡ് ETF-ൻ്റെയും സിൽവർ ETF-ൻ്റെയും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ഗോൾഡും സിൽവറും പഠിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ പ്രൈസ് ഗോൾഡിനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1,20,000 അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ നിങ്ങൾ ഒരു ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ലാഭം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കാം. പക്ഷേ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിവിടെ ഫിസിക്കൽ ഗോൾഡ് കുറേ പേര് ജ്വല്ലറി വാങ്ങിക്കുന്നത് ഏറ്റവും മണ്ടത്തരാണ് വെച്ചാൽ നമുക്ക് പണിക്കൂലിയും സംഭവമൊക്കെ പോകും. ഇപ്പോൾ പോരാത്തതിന് ഇവർ ഗോൾഡ് നമ്മുടെ ഈ ഫിസിക്കൽ ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡ് ആയിക്കോട്ടെ ജ്വല്ലറി ആയിക്കോട്ടെ കോയിൻ ആയിക്കോട്ടെ, ഇവർ നമ്മൾ ആക്ച്വലി ഇപ്പം മിക്ക ജ്വല്ലറിക്കാരും അത് ക്യാഷ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ എക്സ്ചേഞ്ച് എടുക്കുന്ന നമ്മൾ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് ലാഭം വരുന്നില്ല. എന്താ വെച്ചാൽ ഗോൾഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ദിവസം തോറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ക്യാഷ് ആയിട്ട് എടുക്കുന്നില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലം മുമ്പ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ടാവും. നമ്മൾ ഇതുപോലെ തന്നെ ഒരു കസിൻ്റെ കൂടെ പോയിട്ട് നോക്കും. ഇപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അവർ വേണമെങ്കിൽ പകരത്തിന് ഗോൾഡ് തരാമെന്നേ പറയുന്നുള്ളൂ, സെപ്പറേറ്റ് എക്സ്ചേഞ്ച് ചെയ്യാം, പക്ഷേ ക്യാഷ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല. അൺലെസ് ദ ഗോൾഡ് സെറ്റിൽ ആവുന്ന വരെ അവർ കൊടുക്കുന്നില്ല ക്യാഷ് ആയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോൾഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വൺ ഓഫ് ദ ഈസിയസ്റ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ ETF എന്ന് പറയുന്നത്. ETF എന്ന് പറയുന്നത് ആയിരിക്കും ഒരു ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്സ് അല്ലെങ്കിൽ ബോണ്ട് എല്ലാം ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ETF എന്ന് പറയുക. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്റ്റോക്സ് ഒക്കെ വാങ്ങിക്കുന്നതിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സ്റ്റോക്സ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുമ്പോൾ നല്ല പോലെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പക്ഷേ ETF-ന്റെ കാര്യത്തിൽ അങ്ങനെ വേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അതൊരു ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയില്ല, മ്യൂച്വൽ ഫണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ പറയാം. കുറേ സ്റ്റോക്കുകളുടെ ഒരു കൊമ്പാരായിരിക്കും, ഒരു ബക്കറ്റ് ഫുള്ള് കുറേ സ്റ്റോക്കുകൾ കൂടുതലായിട്ടാണല്ലോ മ്യൂച്വൽ ഫണ്ട് വരിക. അതേപോലെ തന്നെയാണ് ETF-ഉം വരിക. പക്ഷേ ബെറ്റർ ദാൻ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ ഭയങ്കര, അല്ലെങ്കിൽ അതായത് അതിന്മേൽ വരുന്ന ചാർജസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബെറ്റർ പരിപാടികളുണ്ട്. ഞാൻ ആക്ച്വലി ഈ ETF-ൻ്റെ പരിപാടി മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഗോൾഡിന് സിൽവറും ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5-6 മാസമായിട്ട് ഞാൻ അതിന് മുമ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി പുതിയത് 2 ഒരു 5-6 മാസം 6-7 മാസമായി നോണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. സീറോദിൻ്റെ ഒക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെ ഞാൻ കാണിച്ചു തരാം. എന്താ വെച്ചാൽ നമ്മൾ നോർമലി സെബിയുടെ റൂൾ അനുസരിച്ച് നമ്മുടെ ഇതൊന്നും എന്താ പറയുക എടുത്ത് പറയാനോ സംഭവത്തിനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിയർ ആയിട്ട് ഏതിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്നിക്കൽ ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആക്ച്വലി സെബിയിൽ രജിസ്റ്റേർഡ് ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലൊരു എന്താ പറയുക കറക്റ്റ് ഞാൻ ഏതാ ചെയ്യുന്നത് ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അഗെയിൻസ്റ്റ് സെബി റൂളാണ്. അപ്പോൾ എവിടെ പോയി, ഞാൻ IND മണിയിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഗ്രോയിലും ഉണ്ട്, വേറെ ഗ്രോയിൽ ഞാൻ ETF-ൻ്റെ വേറെ ചെയ്യുന്നുണ്ട്. ഗോൾഡ് ബീസൊക്കെ ചെയ്യുന്നുണ്ട്. ഗോൾഡ് ബീസൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പരിപാടി ഈ ETF-ൻ്റെ പരിപാടികളാണ്. എന്താ ETF-ൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഞാൻ ETF അങ്ങനെ കുറേ സംഭവം ചെയ്യുന്നുണ്ട്. ETF-ൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ സ്റ്റോക്ക് പെട്ടെന്ന് ചിലപ്പോൾ നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ ഇടിഞ്ഞെടുക്കുന്നുണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് കുഴപ്പമുണ്ട്. ETF-ന് അങ്ങനെ കുഴപ്പമില്ല, അത്രയും പെട്ടെന്ന് അങ്ങനെ വാരി ആവില്ല. എന്ന് വെച്ചാൽ അതൊരു ബക്കറ്റ്സ് ഓഫ് സ്റ്റോക്ക് ആണല്ലോ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം കുറച്ചും കൂടി സേഫാണ് സ്റ്റോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഞാൻ ആക്ച്വലി ഈ ഗോൾഡിലും സിൽവറിലും ഡെയിലി SIP വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ അവിടെ ഒരു മിനിറ്റ് അങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഓഫ് ചെയ്താൽ നമ്മുടെ ഈ സാധനം കിട്ടൂലേ, അത് കുഴപ്പം. ടാറ്റയുടെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ഗോൾഡിൻ്റെ ഞാൻ ചെയ്തേക്കുന്നത് ടാറ്റക്കാരെയാണ്. അതും ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊക്കെ എന്തായിരുന്നു, അതായത് ഒരു നമ്മുടെ IPO എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ETF ഒക്കെ പുതിയതായിട്ട് വരുന്ന പരിപാടികളുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമലി ഒരു ഗോൾഡ് ETF ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 100 രൂപ ഒക്കെ നമുക്ക് ഒരു ETF-ന് പ്രൈസ് വരുന്നുണ്ട്. ഈ ടാറ്റ ഗോൾഡ് ETF അവർ ആക്ച്വലി ലോഞ്ച് ചെയ്തൊക്കെ 8 രൂപ 9 രൂപയൊക്കെ ആയിരുന്നു. ഞാനൊരു 10 രൂപയുടെ സമയത്ത് ഞാൻ 8 രൂപയുടെ സംതിങ് വാങ്ങിച്ചിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഡെയിലി SIP അതുപോലെ ഡെയിലി സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവറേജ് കുറച്ച് കൂടിയിട്ട് ഇപ്പോൾ 10-ലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ 2300 2400 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഞാൻ അത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 17 രൂപ ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 10 രൂപ സംതിങ് ഉള്ളൂ. എൻ്റെ ഓൾമോസ്റ്റ് 2500 രൂപയുടെ സാധനം കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10-15,000 രൂപ ലാഭത്തിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് ഞാൻ സിൽവർ ETF-ന് കാര്യം പറയുകയാണെങ്കിൽ സീറോദൻ്റെ സിൽവർ ETF-ലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സീറോദയും ഇതുപോലെ തന്നെ ലേറ്റസ്റ്റ് പുതിയതായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒരു 17-16 രൂപയ്ക്കൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 35 രൂപയുണ്ട്. അപ്പോൾ ഗോൾഡിനായിട്ടും പെട്ടെന്നാണ് സിൽവറിൻ്റെ
പ്രൈസ് ഇപ്പോൾ ഈ എക്സാമ്പിൾ ETF ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ കൂടുതലും സിൽവറിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പറയുമ്പോൾ ഞാൻ ഗോൾഡിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ രണ്ടിലും ഞാൻ SIP വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടാറ്റ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിൻ്റെ പരിപാടിയാണ് ഈ സംഭവം കണ്ടത്. ഇന്ന് കുറച്ച് താഴെയാണ്, കുറച്ച് റെഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഇന്ന് കുറച്ച് താഴെയാണ്. ഇപ്പോൾ സിൽവറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇന്ന് ഡൗൺ ആണ് കണ്ടു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിമാൻഡ് അക്കൗണ്ട് കാണാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സുഖമായിട്ട് ETF ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഗ്രോയിലായിക്കോട്ടെ, ഏഞ്ചൽ വണ്ണിലായിക്കോട്ടെ, IND1 ഞാൻ ഈ 3 ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ 3 ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ പലതും ഉണ്ട്, പക്ഷേ ഈ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ 3 അപ്പോൾ 3 ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഏഞ്ചൽ വൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവരുടെ ഓഫീസിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. ബാങ്കിൽ പോണ പോലെ, ബ്രാഞ്ചിൽ പോണ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഏഞ്ചൽ വണ്ണ്. അപ്പോൾ അതിൻ്റെ ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ മുകളിൽ പോവുക, എന്നിട്ട് അവിടെ ജസ്റ്റ് ഗോൾഡ് ETF എന്ന് അടിക്കുക. അപ്പോൾ നോർമലി ഇപ്പോൾ കുറേ കാലം മുമ്പേ ETF ഉണ്ടല്ലോ. അപ്പോൾ എക്സാമ്പിളായിട്ട് SBI ETF ഉണ്ട്, നിപ്പോൺ ഇന്ത്യക്ക് ETF ഉണ്ട് കണ്ടോ. ഇപ്പോൾ കുറേ ETFകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ SBI ETF എടുത്ത് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രൈസ് കണ്ടു 143 രൂപയായിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഒരു 5-6-7 മാസം മുമ്പ് 60 രൂപയ്ക്കായിരുന്നു. ആ സാധനമാണ് ഇപ്പോൾ 143 രൂപ അയക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി മുമ്പേ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ETF പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയതുകൊണ്ടാണ് നമുക്ക് ടാറ്റയുടെ ഗോൾഡ് 8 രൂപ 10 രൂപയ്ക്ക് നമ്മൾക്ക് ലോഞ്ച് സമയത്ത് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോൾ അത് ഇൻക്രീസ് ആയതുകൊണ്ട് നമുക്ക് ലാഭം വരും. ഇതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ നല്ലോണം ഇൻക്രീസ്, ഓൾമോസ്റ്റ് ഡബിൾ ഇൻക്രീസ് ആയിട്ടുണ്ട്. എന്നാലും പക്ഷേ മറ്റേൻ്റെ അത്ര ഒരു ഗ്രോത്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ സാധനങ്ങൾ, അത് പുതിയ മ്യൂച്വൽ ഫണ്ടിനൊക്കെ NFO എന്നൊക്കെ പറയും. അതുപോലെ തന്നെ പുതിയ മ്യൂച്വൽ ഫണ്ട് വരുമ്പോഴും പുതിയ നമ്മുടെ IPO വരുമ്പോഴും പുതിയ ഇതുപോലെ ETF ഒക്കെ വരുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. IPOൻ്റെ പോലെ പ്രശ്നമല്ല ഈ പുതിയ മ്യൂച്വൽ ഫണ്ട് വരുമ്പോഴും പുതിയ ETF വരുമ്പോഴും കിട്ടാൻ സുഖമാണ്. മറ്റേത് നമുക്ക് ലക്കൊക്കെ വേണം കുറച്ച് IPO കിട്ടാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ETF കുറവുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടത്തിൽ ചെയ്യാം. ഇപ്പോൾ സീറോതൊക്കെ ഉണ്ട്, ഗോൾഡ് ETF 26 രൂപ ഉണ്ട്. ഇതൊക്കെ ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തത്, അതുകൊണ്ടാണ് പ്രൈസ് കുറവ് കിട്ടാം. ബാക്കി ഏത് നോക്കിയാലും നിങ്ങൾ 100 രൂപയുടെ മുകളിലായിരിക്കും. ICICI Prudential കണ്ടോ 146, ഓൾമോസ്റ്റ് ആ സെയിം തന്നെ വരുന്നത് കണ്ടോ. HDFC ഗോൾഡ് കണ്ടോ ഓൾമോസ്റ്റ് 100, എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കൂടുന്നത് ഈ സ്റ്റോക്ക് കൂടുന്ന പോലെ ഇന്ന് എണിച്ചിട്ട് നാളെ എണിച്ചിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഡബിൾ ആയി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. സ്റ്റോക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് കുറയും ചെയ്യും, ഭയങ്കരമായിട്ട്. അതേപോലെ ഈ സാധനം മാറില്ല. പെട്ടെന്ന് അങ്ങനെ ഗ്രോത്ത് വരുമോ, പെട്ടെന്ന് അങ്ങനെ ഇടിഞ്ഞു പോകും, അങ്ങനെ വരില്ല. ETF പതുക്കെ കയറുള്ളൂ കേട്ടോ. കോട്ടക്കിൻ്റെ ETF ഉണ്ടോ എല്ലാം ഓൾമോസ്റ്റ് ആ 140 റേഞ്ചിൽ വരുന്നുണ്ട്. കുറേ ETF ഉണ്ട്, നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ HDFCയുടെ കാണാം, HDFCയിൽ കയറിയുണ്ടോ താഴെ വന്നു ഓപ്ഷൻ ബൈ കൊടുക്കുക, നിങ്ങളുടെ വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുക, ബൈ അത്രേ ഉള്ളൂ. പക്ഷേ ഡിമാൻഡ് അക്കൗണ്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡിമാൻഡ് അക്കൗണ്ട് ഞാൻ ഈ പറഞ്ഞ 3 നിങ്ങൾക്ക് എതിരെ വേണമെങ്കിൽ തുടങ്ങാം. 3 ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വൺ ഓഫ് ദ സേഫസ്റ്റ് മെത്തേഡ് ഫോർ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാവുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചു ഈ സാധനത്തിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്, ഗോൾഡ് മീറ്റ് സിൽവർ ETF കുറിച്ച്. അപ്പോൾ നല്ലതാണ് സിൽവർ എസ്പെഷ്യലി നിങ്ങൾ തുടങ്ങാൻ മറക്കേണ്ടത്. സിൽവർ നല്ല പോലെ കയറുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഓർണമെൻറ്റ് പരിപാടി ഇല്ലെങ്കിലും, പക്ഷേ അത് കുറേ ഈ ബാറ്ററി ഫീൽഡിലും നമ്മുടെ എക്സാമ്പിളായിട്ട് നമ്മുടെ കാർ ബാറ്ററീസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിപ്പ് പ്രൊഡക്ഷനിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോപ്പറും ഭയങ്കരമായിട്ട് കയറുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം തുടങ്ങി വയ്ക്കുക, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ കേട്ടോ. മറക്കണ്ട, ഈ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചിട്ട് വലിയ ഞാൻ ഇതുപോലെ പണ്ടും ഓരോ മാസം ഇതുപോലെ ഗോൾഡ് കോയിൻസ് ഒക്കെ ഞാൻ മുമ്പ് ഇതിനെപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആമസോണിനൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട്. ആമസോൺ കട വെച്ച് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ ഇപ്പോൾ അവർ നിർത്തിയത് പരിപാടി. നമുക്ക് ക്യാഷ് ബാക്ക് നോർമലി ആമസോണിൽ നമുക്ക് കിട്ടും. മലബാർ ഗോൾഡിൻ്റെ ഭീമ കോയിൻ്റെ ഒക്കെ കോയിനും കല്യാണിൻ്റെ ഒക്കെ നമുക്ക് കോയിൻ കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അത് പരിപാടി നിർത്തിയെന്ന് വെച്ചാൽ ഫിസിക്കൽ ഗോൾഡ് ഇപ്പോൾ കുറച്ച് പണിയാണ്. അത് എടുത്തു വെക്കണമെങ്കിൽ തന്നെ വേറെ വലിയ പുലിവാലാണ്. അത് മാത്രമല്ല ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കുറച്ച് പണിയാണ്. എന്ന് വെച്ചാൽ ഈ സാധനം ഭയങ്കര വാല്യൂങ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ക്യാഷായിട്ട് കിട്ടാൻ കുറച്ച് പണിയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം കാണുന്നതിൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടെലിഗ്രാം ചാനലുണ്ട്, പക്ഷേ അതങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട, jemji.banksupport. നിങ്ങൾക്ക് അതിൽ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത് കാണാം.